ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം. MLA ഓഫീസിന് മുമ്പിൽ റീത്ത് വെച്ച് ആ വാതിലിന് മുമ്പിൽ റീത്ത് വെച്ചിരിക്കുന്നു DYFI പ്രവർത്തകർ. അങ്ങനെ പ്രതിഷേധം കനപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു MLA നാടിന് വേണ്ട, പാലക്കാടിന് വേണ്ട എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് രാജ്യാവശ്യം ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ ഇതാ പോലീസിന്റെ എല്ലാ സുരക്ഷയും മറികടന്ന് അകത്തേക്ക് കയറി MLA ഓഫീസിന്റെ വാതിലിന് മുമ്പിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കുകയാണ്. അവരെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രതിഷേധം കനക്കുന്നു എന്നതാണ് സാഹചര്യം. നിരവധി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസ് പടിക്കൽ DYFI നടത്തുന്ന പ്രതിഷേധമാണ് കണ്ടത്. പോലീസ് ബാരിക്കേഡുകൾ ഭേദിച്ച പ്രതിഷേധക്കാർ DYFIക്കാർ വീടിന് മുന്നിലേക്ക് ചെന്നു. അവർ വാതിലിന് മുന്നിൽ റീത്ത് വയ്ക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിലെ കാണാനില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടും ഇങ്ങനൊരു MLA ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ ഗേറ്റ് ചാടിക്കടന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കയറിച്ചെന്ന് പോലീസ് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പോലീസും പ്രതിഷേധക്കാരുമായി ചെറിയ നേരിയ രീതിയിലുള്ള സംഘർഷം കൂടെയുണ്ട്. ഉന്തും തള്ളും നടക്കുന്നൊരു ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസ് നല്ല രീതിയിൽ ആത്മസംയമനം പാലിക്കുന്നുണ്ട്. എന്നാൽ പ്രതിഷേധക്കാർ ഒട്ടും വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമല്ല അവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് അതൊന്ന് കാണാം. ഇവർ എന്താണ് അവിടെ ഇപ്പോൾ നടക്കുന്നത് നേരിട്ടുള്ള ചിത്രം. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഷംന, വിശദാംശങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ? കാര്യം ഈ പ്രതിഷേധം വരുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് അവിടെ പോലീസ് ഏർപ്പെടുത്തിയിരുന്നാൽ പോലീസ് ബന്ദോബസ്തൊക്കെ ഭേദിച്ചാണ് ഈ പ്രതിഷേധക്കാർ വീടിനുള്ളിലേക്ക് കടന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കനത്ത സുരക്ഷ പോലീസ് ഒരുക്കിയിരുന്നെങ്കിൽ പോലും അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ MLA ഓഫീസിനകത്ത് കയറിയത്. മുറ്റത്ത് കയറി റീത്ത് വെക്കുന്നു, പ്രതിഷേധം കനപ്പിക്കുന്നു. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ചെറിയൊരു സംഘർഷാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതായത് തങ്ങൾ ഇങ്ങനെ ഒരു MLA വേണ്ട, രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമാധാനപരമായാണ് ഈ പ്രതിഷേധം നടത്താൻ ഉദ്ദേശിച്ചത്. പക്ഷേ പോലീസ് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പ്രവർത്തകർ പറയുന്നു. എന്നാൽ MLA ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി, എല്ലാ സുരക്ഷയും മറികടന്നുകൊണ്ട് അതിക്രമിച്ചു കയറി എന്ന പോലീസിന്റെ വാദം. ഒപ്പം തന്നെ ആ ഒരു വാക്കുതർക്കത്തെ തുടർന്ന് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ സംസാരിക്കുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ മുമ്പൊക്കെ ആരോപണം ഉയർന്ന ഘട്ടത്തിലൊക്കെ DYFIയുടെ ഭാഗത്തും BJPയുടെ ഭാഗത്തൊക്കെ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് പരാതി ആദ്യമായി രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി വരുന്നു. ആ പരാതിയെ തുടർന്നാണ് ഇപ്പോഴുള്ള പ്രതിഷേധം. അത് DYFI കനപ്പിക്കുകയാണ്. നേരത്തെ തന്നെ ഈ ബാരിക്കേഡ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് അവർ MLA ഓഫീസിലെത്തിയത്. ഈ ഗേറ്റിന് മുമ്പിൽ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നു. അത് മറികടന്നുകൊണ്ട് MLA ഓഫീസിന്റെ മുറ്റത്ത് കയറുന്നു, വാതിൽക്കൽ റീത്ത് വെക്കുന്നു. അങ്ങനെ പ്രതിഷേധം കനപ്പിക്കുകയാണ്. എന്തായാലും രാജി ആവശ്യം അത് തന്നെയാണ് ഉയർത്തുന്നത്. രാജി വെക്കുന്നത് വരെ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല. ഇത്രയും കാലം MLA ഉയർത്തിയ ചോദ്യങ്ങൾ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുചോദ്യങ്ങൾ മാത്രം ഉയർത്തി, ഒരു ഉത്തരമില്ലാതെ മറുചോദ്യങ്ങൾ മാത്രം ഉയർത്തിയാണ് പ്രതിരോധം തീർത്തത്. നിയമപരമായി തന്നെ നേരിടട്ടെ, പരാതി എവിടെ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. ഇന്ന് പരാതി വന്നപ്പോൾ MLA എവിടെ എന്ന് തിരിച്ചു ചോദിക്കുന്നു ഈ പ്രവർത്തകർ. എവിടെയാണ്? ഈ പാലക്കാട് ജില്ലയിൽ തന്നെയുണ്ട്. ഇത്ര ദിവസം പ്രവർത്തകർക്ക് വേണ്ടി, UDF പ്രവർത്തകർക്ക് വേണ്ടി, മുതിർന്ന നേതാക്കളുടെ ഒക്കെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് UDF പ്രവർത്തകർക്ക് വേണ്ടി വളരെ സജീവമായി തന്നെ മണ്ഡലത്തിൽ പ്രവർത്തിച്ചിരുന്ന വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.